നമ്മുടെ കൊള്ളി അടിപൊളിയായി നമ്മൾ നോക്കി എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് വാരിടാം. നമ്മുടെ പരിപാടി എന്താണ്? കൊള്ളിയും ഉണക്കമീനും. കൊള്ളി ഉപ്പേരി, ഉണക്കമീൻ. ഇന്നത്തെ വൈകുന്നേരത്തെ ഭക്ഷണമാണ് കേട്ടോ. പുതിയൊരു വർഷം കൂടി അവസാനിക്കാനാണ് പോണത്. നാളെ വൈകുന്നേരത്തോടു കൂടി 2024 വിട പറയുകയാണ്. 2025 പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പറയരുത് അങ്ങനെ. പണിയെടുത്തെങ്കിലും ജീവിക്കാം പറഞ്ഞാൽ മതി. കാരണം പണി ഇല്ലാത്ത കാലാണ്. പണിയെടുത്തെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു പറയാ. പണിയില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ പണിയെടുത്ത് ജീവിക്കാം? ബംഗാളികൾക്ക് കൂടെ ഇഷ്ടംപോലെ പണികളുണ്ട്. അവര് പണി, നമ്മള് പണിയില്ലല്ലോ എന്ന്. അതാ ഞാൻ പറഞ്ഞത്. അവര് പണിയെടുക്കും, നമ്മള് എന്ത് പറഞ്ഞാലും പണിയില്ല. ആർക്കും പണിയാൻ താല്പര്യമില്ല. അവർക്ക് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് പാചകം അടിച്ച് ഇങ്ങനെ ജീവിക്കാം. എത്ര അങ്ങനെ പണിയെടുക്കാണ്ട് സമയം കളയാണ്. അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചതാണോ എന്നൊരു നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. നിങ്ങൾ ഉദ്ദേശിച്ചു. നിങ്ങൾ പണിയെടുക്കണല്ലേ? പണിയെടുക്കാത്ത കുറെ എണ്ണം ഉണ്ട്. നിങ്ങളാണ് എന്നാ നിങ്ങളായത്. ഞാൻ അങ്ങനെ പറയട്ടെ പെട്ടെന്ന്. നിങ്ങള് ചേട്ടൻ വിളിക്കും, നിങ്ങളൊന്ന് വിളിക്കും. സ്നേഹം വരുമ്പോ നിങ്ങളൊന്നൊക്കെ വരും. അതെ, അതേ പൊന്നെ മുത്തെന്നൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട്. ദേഷ്യം വരുമ്പോ വിളിക്കാം. അതിന്റെ കൂടെ സ്വന്തം ചേട്ടനല്ലേ നമുക്ക് നിങ്ങള് അങ്ങനെ ഇങ്ങനെ വിളിക്കാൻ. വേറെ എല്ലാവരും പോയി വിളിക്കാൻ പറ്റുമോ? അത് ശരി, കുഴപ്പമില്ല. വാഷ് ലൂസാണ് കേട്ടാ. അപ്പൊ അതിന് ചേട്ടനൊരു ഐഡിയ പറഞ്ഞു. ശരിയാവുന്നില്ല, ചിലർക്ക് ചേട്ടാ യൂട്യൂബില് കണ്ടാന്ന് പറഞ്ഞേട്ടാ. ഇത് ഒരു കൊല്ലാകുമ്പോഴേക്കും എന്താ, ഒരു കൊല്ലം വേണ്ട, ഒരു 2 മാസം ഉപയോഗിച്ചപ്പോഴേക്കും വാഷ് ലൂസായി. അതെ അതെ, അതാണ് പറ്റണത്. അപ്പൊ ഇങ്ങനെ വെളിച്ചെണ്ണ കുറച്ച് പറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ലേ? നോക്കാം. ഓക്കെ ഓക്കെ. ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ടൈറ്റ് കുറവുണ്ട്. എന്തോ നമുക്ക് ശരിയാവും എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? തീർച്ച അടിയിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി വിസിൽ വരുമ്പോ കാണിക്കാട്ടാ. ഇത് അടിപൊളി ഉണക്കമീനാണ്. നമ്മുടെ കടയുടെ അവിടേക്ക് വണ്ടിയിൽ കൊണ്ടുവന്നപ്പോ മേടിച്ചതാണ്. മാന്തള അല്ല, മാന്തള വലിപ്പുണ്ടല്ലേ? പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചേട്ടൻ സ്ഥിരം ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. അത് നമ്മളിങ്ങനെ അധികം ഉണക്കമീൻ്റെ ഉപയോഗം ഇല്ല കേട്ടാ, വല്ലപ്പോഴൊക്കെ. കാരണം നമുക്ക് പണ്ടത്തെ മാതിരി ഉപ്പൊന്നല്ല എന്ന് പറഞ്ഞേക്കായി, അതുകൊണ്ട് പേടിച്ചിട്ടാണ്. അമോണിയം ഇതൊക്കെ ഇട്ടിട്ട് വാളൊക്കെ ഇട്ടിട്ടേ അങ്ങനെ ചെയ്യണതാണെന്നൊരു നമുക്കത് രസമാണ്. 4 വേണ്ടി വരുമോ? എടുത്ത് വെച്ചാൽ എന്തായാലും നോക്കാലോ. ചിലപ്പോ ചിലതിന് ഭയങ്കര ഉപ്പാവും, നമുക്ക് തിന്നാൻ പറ്റില്ല കേട്ടാ. ഒരു തൊലി പൊളിക്കോ? പൊളിക്കില്ലേ? തൊലി പൊളിക്കണം. അല്ലെങ്കിൽ ഉപ്പ് കണ്ട സാധനമുണ്ടോ? പെട്ടെന്ന് തൊലിയൊക്കെ പൊളിക്കണം. ഉണക്കമീനായാലും പച്ചമീനായാലും മാന്തള് സുഖ പണിയാണ്. അത് ശരിയാക്കൂ. അടുത്ത കൊല്ലം ആര് എന്ത് എങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത കൊല്ലത്തെ കുറിച്ചല്ല, അടുത്ത ദിവസത്തെ കുറിച്ച് തന്നെ പറയാം. അതന്നെ, അടുത്ത നിമിഷത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയാണ് അടുത്ത കൊല്ലല്ലേ. അതുകൊണ്ട് ഓണം പോലെ അങ്ങോട്ട് നടക്കാം. എന്തിനാ വെറുതെ ഇതൊന്നും ചിന്തിച്ച ആൾക്കാർ തമ്മിലടിക്കില്ല സ്വത്തിന് വേണ്ടിട്ട്. വയറ് പോളില്ലാട്ടാ, നമ്മള് ചെയ്തത് കുഴപ്പമില്ല അല്ലേ?
അത് ആദ്യം ചെയ്യണം കേട്ടോ. അത് ചൂടായതിന് ശേഷം നമ്മൾ എന്തോരം ആക്കിയിട്ട് കാര്യമില്ല. അത് വയ്ക്കുമ്പോൾ പിന്നെ അത് സെറ്റായിട്ട് വയ്ക്കുക. അതിപ്പോൾ എല്ലാം വെള്ളം അങ്ങനെ ചാടിപ്പോണതായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഒരു ഐഡിയ പറഞ്ഞുണ്ട്, ഫ്രിഡ്ജിൽ വെക്കാന് വാഷൂരി. അത് നമ്മള് കഴുകിയിട്ട് എപ്പോഴും അതിൽ വെക്കാൻ മറന്നു പോവാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഇട്ടാലും മതി. അത് നമ്മുടെ ഉണക്കമീനിൻ്റെ പ്രധാനമായിട്ട് ചേർക്കണം മഞ്ഞപ്പൊടി ഇട്ടാ. മഞ്ഞപ്പൊടി തോന്നിയിട്ടുണ്ട് വിഷാംശമൊക്കെ പൊട്ടാനിച്ചിട്ടാ. ലേശം കുരുമുളക്, ഉപ്പുണ്ടാവും അല്ലേ? ഉപ്പ് വേണ്ട, ഉപ്പുണ്ടാവും. ലേശം മുളക് പൊടി, കാന്താരിപ്പൊടി ഇതിലാണ് വേണ്ട. കാന്താരിപ്പൊടിയാ? കാന്താരി തന്നെയാണ് വേണ്ട. ലേശം ഒരു നുള്ളു ഉലുവപ്പൊടി നമുക്ക് മിക്സ് ആക്കാം. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി നമ്മളെ തമിഴന്മാരെന്ന് മേടിച്ചതാട്ടാ. എനിക്ക് നൈസ് ഉള്ളി നന്നാക്കി വില കുറവ് നോക്കി മേടിച്ചതാട്ടാ. ശരിയാ, ലാഭമാണ് മേടിച്ചതാ. ഒരു ലാഭത്തിന് കൊച്ചുള്ളി കൊച്ചുള്ളി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഇത്രയും ചെറിയ കൊച്ചുള്ളിയാന്നുള്ളത് ഇപ്പഴാ മനസ്സിലായേ. കാര്യം ഉള്ളി കേടൊന്നും ഇല്ല, നമുക്ക് നന്നാക്കി ഉണ്ടാക്കി ഒരു ക്ഷമ ഉണ്ടായാൽ മതി. നന്നാക്കി എടുക്കാനായിട്ട് ഒരു ക്ഷമ വേണം. ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയണത് അരമണിക്കൂർ ആവുന്നു. അതെ. അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചോ, ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ട് വേപ്പില. നമുക്ക് മീൻ സെറ്റാക്കാൻ രണ്ട് കാന്താരി കാന്താരി അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടാണ്. കുറച്ച് ദിവസം മുടക്കലായിരുന്നു ഇന്നത്. അത് കാരണം എണിക്കാനൊക്കെ ഒത്തിരി മടിയുണ്ടായിരുന്നു രാവിലെ. അപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് തന്നെ എണിക്കാൻ തോന്നുന്നില്ല. രാവിലെ തണുവും പിന്നൊരു ബഹളായിരുന്നു. ബുക്ക് കാണാല്, അമ്മനുമള്ളിയിൽ നോട്ട് കാണാല്, അത് കാണാല്, ഇത് കാണാല്, പോകണം. കുറച്ച് ദിവസം മുടക്കലായിരുന്നു. അതാണ് നേരം വെളുത്തിട്ട് നോക്കുള്ളത്. പിന്നെ വീട് ഉറങ്ങി. പിന്നെ ഞാനെന്താ ഇവിടെ ഇല്ലേ, ഉറങ്ങണെന്തിനാണ്? ഞാൻ കിടന്നുറങ്ങും. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ കുറഞ്ഞിട്ടില്ലേ? കരിയില്ലല്ലോ. ഇത് കരിയണ ചീഞ്ചട്ടിയാട്ടാ. അപ്പൊ നമുക്ക് തീ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് കരിയണ ചീഞ്ചട്ടിയാണ്. സ്റ്റീലിന്റെ ചീഞ്ചട്ടിയാണ്, കനം കുറവുള്ളതാണ്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇടണുള്ളൂട്ടോ, അധികം ഇട്ടാ എരി കൂടണ്ട. കത്തിക്കണം. തീ കത്തിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി കുഴമ്പാക്കി എടുക്കാം അല്ലേ? മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, ശരിയായിരുന്നു. കളറ് ഇതുണ്ടാ എനിക്ക് കളറ് ഒരു വട്ടം അങ്ങനെ വെറൈറ്റി. ഉപ്പിട്ടാ? ആ ഉപ്പുണ്ട്. തിളച്ചൊന്ന് ഒന്ന് കുറുങ്ങട്ടേട്ടാ. നമ്മളതിങ്ങനെ ഉടച്ചെടുത്തിട്ടില്ല കേട്ടാ. അങ്ങനെ ഉപ്പേരി നമുക്ക് ഇങ്ങനെ പറത്തി പറത്തിനാണ് ലെവലിലാണ്.
ഇത്തിരി വെള്ളം വെള്ളം കംപ്ലീറ്റ് പറ്റിക്കണില്ല, ഒരു ലേശം ഒന്ന് എന്താ പറയാ കട്ടയാവുന്ന ലെവലില് ആക്കി എടുക്കാം. ഗ്രേവി നമുക്ക് ഇനി മീൻ വറക്കാം. അപ്പൊ നമ്മുടെ കൊള്ളിപ്പേര് സെറ്റായിട്ടാ. ചാറിഞ്ഞത് ഇത്തിരി തീ ഓഫ് ചെയ്തിട്ടാ ഇത് കട്ടായിക്കോളും. ഓഫ് ചെയ്ത ഉണക്കമീൻ വറക്കണം. ഇനി ഉണക്കമീൻ വറക്കാൻ പോകണം കേട്ടാ. തീ കുറഞ്ഞിട്ട് കൊടുക്കാം. മൂടിയില്ലേ വേവട്ടെ. ഇത് നമ്മുടെ വടിയിലൊട്ടി പിടിച്ചാൽ അപ്പോൾ നമ്മുടെ മീൻ ഒരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിളമ്പി തുടങ്ങിയിട്ടാ. കുറച്ച് ചോറും കൊള്ളിപ്പേരി ഉണക്കമീൻ. ഹലോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ കൊള്ളിയും ചോറും ഉണക്കമീനും കൂടി നമ്മൾ കഴിക്കാൻ പോണിട്ടാ. തല പൊന്തിച്ച് പിടിക്കട്ടാ. ഭാഗം നന്നായി മുരിഞ്ഞിണ്ടാവട്ട. അത് നമുക്ക് ആദ്യം എടുത്തിട്ട് കരിങ്ങത്തി തല കാണട്ടെ. ഒന്നും അറിയില്ല ആരാന്നുള്ളത്. കയ്യമ്മ നമ്മള് കുറച്ച് ഉണക്കമീൻ എടുക്കാം, കൊണ്ടെടുക്കാം, കുറച്ച് ചോറ് എടുക്കാം. അപ്പം ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാവരും അപ്പൊ പുതിയതായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടാ. അപ്പൊ ഇനി പുതിയ വീഡിയോയിൽ പുതിയ ഐറ്റമായി വരുന്ന എല്ലാവർക്കും ബൈ ബൈ.